ഏറെ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയ ചിത്രം ദ കേരള സ്റ്റോറിയുടെ രണ്ടാം ഭാഗമായ ഗോസ് ബിയോണ്ടിന്റെ ട്രെയിലർ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. യഥാർത്ഥ സംഭവങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഗോസ് ബിയോണ്ട് ദ കേരള സ്റ്റോറി ഒരുക്കിയെന്ന അവകാശവാദത്തോടെ നേരത്തെ ഇതിന്റെ ടീസറും വന്നിരുന്നു. ഇപ്പോൾ ട്രെയിലർ പുറത്തിറങ്ങുമ്പോൾ വർഗീയത നിറഞ്ഞ രംഗങ്ങളും സംഭവങ്ങളും ഒക്കെ വീണ്ടും വിവാദമാവുകയാണ്. ദേശീയ പുരസ്കാര ജേതാവായ കാമാഖ്യ നാരായണ സിംഗാണ് ഈ ചിത്രം സംവിധാനം ചെയ്തത്. 2026 ഫെബ്രുവരി 27 ചിത്രം തിയേറ്ററുകളിൽ എത്തും. നമ്മുടെ പെൺകുട്ടികൾ പ്രണയത്തിലല്ല മറിച്ച് കെണിയിലാണ് വീഴുന്നത്. ഇനി ഞങ്ങളത് സഹിക്കില്ല, പോരാടും. ഈ അടിക്കുറിപ്പോടെയാണ് നേരത്തെ ടീസർ പങ്കുവച്ചിരുന്നത്. സിനിമയുടെ അനൗൺസ്മെന്റ് വീഡിയോ പങ്കുവച്ച് നിർമ്മാതാക്കൾ പറഞ്ഞത് ഇങ്ങനെയാണ്. അവർ പറഞ്ഞു ഇതൊരു കഥ മാത്രമാണെന്ന്. അവർ അതിനെ നിശബ്ദമാക്കാൻ ശ്രമിച്ചു, അവർ അതിനെ അവഹേളിക്കാൻ ശ്രമിച്ചു. പക്ഷേ സത്യം നിലയ്ക്കുന്നില്ല. കാരണം ചില കഥകൾ അവസാനിക്കുന്നില്ല. ഇത്തവണ അത് കൂടുതൽ ആഴങ്ങളിലേക്ക് പോകുന്നു. ഇത്തവണ അത് കൂടുതൽ വേദനിപ്പിക്കുന്നു. നേരത്തെ സുദീപ്തോ സെൻ സംവിധാനം ചെയ്ത 2023 റിലീസ് ചെയ്ത ദ കേരള സ്റ്റോറി വലിയ വിവാദങ്ങൾക്കും നിയമ പോരാട്ടങ്ങൾക്കും സാക്ഷ്യം വഹിച്ചിരുന്നു. കേരളത്തെ മോശമായി ചിത്രീകരിക്കുന്ന ഒരു പ്രൊപ്പഗാണ്ട ചിത്രമാണ് ആരോപണവും ഉയർന്നിരുന്നു. എന്നാൽ സ്വാഭാവികമായും ഈ സിനിമയ്ക്ക് 2 ദേശീയ ചലച്ചിത്ര അവാർഡുകളും ലഭിച്ചു എന്നല്ല, കൊടുത്തു എന്നതാണ് ശരിയായ പ്രയോഗം. കേരളത്തിൽ നിന്ന് കാണാതായ സ്ത്രീകളെ മതപരിവർത്തനം നടത്തി രാജ്യത്തിനകത്തും പുറത്തും ഭീകര പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്നതാണ് ദ കേരള സ്റ്റോറിയുടെ പ്രമേയം. 2023 മെയ് 5 തിയേറ്ററുകളിലെത്തിയ ചിത്രം ആഗോള ബോക്സ് ഓഫീസിൽ 300 കോടി രൂപ കളക്ഷനും നേടിയിരുന്നു. എന്നാൽ കേരളത്തിലും തമിഴ്നാട്ടിലുമൊക്കെ കടുത്ത വിമർശനമാണ് ഈ സിനിമയ്ക്കെതിരെ ഉയർന്നത്. കേരളം, തമിഴ്നാട്, ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിൽ ചിത്രത്തിന് ഒട്ടും സ്വീകാര്യത ലഭിച്ചുമില്ല. ചിത്രം പ്രദർശിപ്പിക്കുന്നതിൽ നിന്ന് തിയേറ്റർ ഉടമകളും വിട്ടുനിന്നിരുന്നു. അതേസമയം രണ്ടാം ഭാഗം കൂടുതൽ വിദ്വേഷം പ്രചരിപ്പിക്കുന്ന തരത്തിലായിരിക്കുമെന്ന് ഉറപ്പിക്കുന്നതാണ് പുറത്തു വന്ന ട്രെയിലർ. ഇന്ത്യയെ മുസ്ലിം രാജ്യമാക്കി മാറ്റുമെന്ന ഡയലോഗ് മുതൽ ശാരീരികമായി കീഴ്പ്പെടുത്തി വായിലേക്ക് ബീഫ് കുത്തിക്കയറ്റി കഴിപ്പിക്കുന്ന രംഗങ്ങളുമെല്ലാം ഈ ട്രെയിലറിലുണ്ട്. ഇതിനോടൊപ്പം തന്നെ സിനിമയ്ക്കെതിരെ വ്യാപക വിമർശനം ഉയർന്നിട്ടുണ്ട്. മതസൗഹാർദ്ദത്തിന്റെ നാടായ കേരളത്തെ ഭീകരവാദത്തിന്റെ കേന്ദ്രമായി ചിത്രീകരിക്കാൻ നടത്തുന്ന ഇത്തരം ശ്രമങ്ങളെ ഒറ്റക്കെട്ടായി തള്ളിക്കളയണം എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതിനെക്കുറിച്ച് പറഞ്ഞത്. വ്യാജ പ്രചരണങ്ങൾ കൊണ്ട് കേരളത്തിന്റെ മതേതര അടിത്തറ തകരില്ലെന്ന് തെളിയിക്കാനുള്ള ഉത്തരവാദിത്വം നമ്മളുടേതാണ്. വിദ്വേഷ പ്രചരണങ്ങളെ അവജ്ഞയോടെ തള്ളുന്നതിനൊപ്പം വസ്തുതകളെയും മതനിരപേക്ഷതയുടെയും സാഹോദര്യത്തിന്റെയും മൂല്യങ്ങളെയും ശക്തമായി ഉയർത്തിപ്പിടിക്കണമെന്നും കേരളം നമ്മുടെ അഭിമാനമാണ്, നുണകൾക്കെതിരെ സത്യം ജയിക്കണം, അതിനായി നാം ഒരുമിച്ച് നിലകൊള്ളണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേരള സ്റ്റോറി 2 ഒരു ഉത്തരേന്ത്യൻ മണ്ടത്തരം തന്നെയാണെന്ന് പറയേണ്ടി വരും. അവരുടെ ഭാവനയിൽ കാണുന്ന കുറേ കാര്യങ്ങൾ സിനിമയാക്കിയെടുക്കുന്നു. 30,000-ലധികം ഹിന്ദു പെൺകുട്ടികളെ ബലമായി പിടികൂടിക്കൊണ്ട് മുസ്ലിങ്ങൾ ആക്കിയത് കേരളത്തിൽ എവിടെ നിന്നാണെന്ന് ഈ സിനിമ എടുത്തവർ പറഞ്ഞു തരണം. അതേപോലെ ബീഫ് കഴിക്കാത്ത ഹിന്ദുക്കളുടെ നാടാണോ കേരളം? വിവാദമുണ്ടാക്കി കേരള സ്റ്റോറി പോലെയുള്ള ഒരു കൂതർ സിനിമ കൊണ്ട് കളക്ഷൻ ഉണ്ടാക്കിയതാണ് അവരുടെ നേട്ടം. ഈ സിനിമയും അവർക്ക് ചിലപ്പോൾ സാമ്പത്തികമായി ലാഭം നൽകിയേക്കാം. മുസ്ലിം വിരോധം കൊണ്ടുമാത്രം സംഘികളായി മാറിയവർക്ക് ഇഷ്ടപ്പെടുന്നത് തന്നെയാകും കേരള സ്റ്റോറീസ്. ഗ്രാൻഡ് മുഫ്തി കാന്തപുരവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഒരു സൗഹാർദ്ദം ഉണ്ടായി വരുന്ന ഈ സാഹചര്യത്തിൽ ഒരു മുസ്ലിം ഹിന്ദു സംഘർഷം ഉണ്ടാക്കാൻ തന്നെയാണ് ഈ സിനിമയുടെ വരവ്. ഇന്ത്യയിലെ മറ്റേതൊരു സംസ്ഥാനത്തേക്കാളും മികച്ച ജീവിത നിലവാരമുള്ള നാടാണ് കേരളം. അതിൽ നോർത്ത് ഇന്ത്യൻ സംഘികൾക്ക് പോലും സംശയമുണ്ടാവില്ല. എന്നാലും മുസ്ലിം അഴിഞ്ഞാട്ടം എന്നൊരു പേര് പറഞ്ഞ് കേരളത്തെ താഴ്ത്തിക്കെട്ടണം എന്നതാണ് അവരുടെ ചിന്ത. ആട്ടിറച്ചി കയ്യിൽ വെച്ചതിനെ തല്ലിക്കൊല്ലുന്ന, കടയുടെ പേരിൽ ബാബ എന്നുള്ളതിന് ആക്രമിക്കാൻ വരുന്നവരുടെ ഉത്തർപ്രദേശ് അല്ല കേരളം. ഇത് മനുഷ്യർ ജീവിക്കുന്ന സംസ്ഥാനമാണ്. ഈ ചവറ സിനിമയെ അർഹിക്കുന്ന തരത്തിൽ തന്നെ നമ്മൾ തള്ളിക്കളയും.